വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലേൺ വിത്ത് അമീന. നമ്മൾ യൂറോപ്യന്മാരുടെ ആഗമനം പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരെ ഉൾപ്പെടെ നമ്മൾ പറഞ്ഞു. പോർച്ചുഗീസ്, അതുപോലെ ഡച്ച്, ഫ്രഞ്ച്, ബ്രിട്ടീഷുകാർ ഇവിടെ വെച്ചാണ് നമ്മൾ നിർത്തിയത്. ഇനി അടുത്തെന്ന് പറയുന്നത് യൂറോപ്യന്മാരുടെ സംഭാവനകളാണ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്. അപ്പോൾ ഏതൊക്കെ യൂറോപ്യൻസ് ആണെന്ന് വന്നതെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അവരുടെ സംഭാവനകളും കൂടി പഠിച്ച് പോകാം. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല സ്ഥാപിച്ചത് ഗോവയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി പോർച്ചുഗീസുകാർ അച്ചടിശാല സ്ഥാപിച്ചത് എവിടെയാണ്? ഗോവ. കേരളത്തിൽ അച്ചടി നടപ്പിലാക്കിയ പോർച്ചുഗീസുകാരാണ്. കേരളത്തിൽ അച്ചടി നടപ്പിലാക്കിയത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. കേരളത്തിൽ അച്ചടി നടപ്പിലാക്കിയത് ആരാണ്? പോർച്ചുഗീസുകാർ. എവിടെയാണ്? ഗോവ. പോർച്ചുഗീസുകാർ അച്ചടിശാല ആരംഭിച്ച കേരളത്തിലെ സ്ഥലങ്ങൾ കൊച്ചി, വൈപ്പിൻ എന്നിവിടങ്ങളിലാണ് പോർച്ചുഗീസുകാർ അച്ചടിശാല ആദ്യമായി ആരംഭിച്ചത്. ക്രിസ്ത്യൻ പുരോഹിതന്മാർക്ക് പരിശീലനം നൽകാൻ പോർച്ചുഗീസുകാർ മതപഠനത്തിനുള്ള സെമിനാരികളും കലാശാലകളും സ്ഥാപിച്ചു. കൊച്ചി, കൊടുങ്ങല്ലൂർ, അങ്കമാലി, വൈപ്പിൻകോട്ട. പാശ്ചാത്യ പണ്ഡിതന്മാർ ഭാരതീയ വിഷയങ്ങളെ അധികരിച്ചുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും ആരംഭിക്കുന്നത് പോർച്ചുഗീസുകാരുടെ കാലത്താണ്. ഇന്ത്യയിലെ ഔഷധ ചെടികളെക്കുറിച്ച് ഗാഷ്യാഡ ഓർത്ത രചിച്ച ഗ്രന്ഥം ഈ വിഷയത്തിലുണ്ടായ ആദ്യകാല പഠനങ്ങളിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയിലെ ഔഷധ ചെടികളെക്കുറിച്ച് ഗാഷ്യാഡ ഓർത്ത രചിച്ച ഗ്രന്ഥം ഈ വിഷയത്തിലുണ്ടായ ആദ്യ കാലപഠനങ്ങളിൽ ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ പോർച്ചുഗീസുകാർ സ്ഥാപിച്ചത് എവിടെയാണ്? കൊച്ചിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ പോർച്ചുഗീസുകാർ സ്ഥാപിച്ചത് കൊച്ചിയിലാണ്. പള്ളി നിർമ്മാണത്തിലെ യൂറോപ്യൻ മാതൃക ഇന്ത്യയിൽ നടപ്പിലാക്കിയത് പോർച്ചുഗീസുകാരാണ്. കേരളത്തിൽ ശാസ്ത്രീയ കൃഷി സമ്പ്രദായം ആരംഭിച്ചത് പോർച്ചുഗീസുകാരാണ്. കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, പുകയില, പേരയ്ക്ക, ആത്തിക്ക, വറ്റൽമുളക് തുടങ്ങിയവ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതും ആരാണ്? പോർച്ചുഗീസുകാർ. പള്ളി നിർമ്മാണത്തിലെ യൂറോപ്യൻ മാതൃക ആരുടേതാണ്? പോർച്ചുഗീസുകാർ. ആദ്യ യൂറോപ്യൻ സ്കൂൾ എവിടെയാണ്? കൊച്ചി. മാനുവൽ കോട്ട കണ്ടോ? മാനുവൽ കോട്ട ഇന്ത്യയിലെ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട. മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. മാനുവൽ കോട്ട നിർമ്മിച്ച വർഷം 1503. എന്നാണ്? 1503. മാനുവൽ കോട്ട നിർമ്മിച്ച പോർച്ചുഗീസുകാരൻ അൽ ബുക്കർക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂറോപ്യൻ നിർമ്മിതിയാണ് മാനുവൽ കോട്ട. മാനുവൽ കോട്ട എന്നറിയപ്പെടുന്ന മറ്റൊരു പേരുകൾ പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, അതുപോലെ തന്നെ ആയക്കോട്ട, അഴിക്കോട്ട, കൊച്ചിൻ കോട്ട തുടങ്ങിയവയാണ്. അതുപോലെ തന്നെ പോർച്ചുഗീസുകാരുടെ മറ്റ് സംഭാവനകൾ നോക്കാം. ക്രിസ്തീയ കലാരൂപമായ ചവിട്ടുനാടകം ഇന്ത്യയിൽ പ്രസിദ്ധപ്പെടുത്തി. പോർച്ചുഗീസുകാർ പണിത പ്രധാന കോട്ടകൾ പള്ളിപ്പുറം കോട്ട, സെന്റ് ആഞ്ചലോസ് കോട്ട. പള്ളിപ്പുറം കോട്ട കൊച്ചി, സെന്റ് ആഞ്ചലോസ് കോട്ട കണ്ണൂർ. കോട്ടപ്പുറം കോട്ട എവിടെയാണ്? തൃശ്ശൂർ. 1555 കൊച്ചി രാജാവായ വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരം ഡച്ച് കൊട്ടാരം. ഡച്ച് കൊട്ടാരം അറിയപ്പെടുന്ന മറ്റൊരു പേര് മട്ടാഞ്ചേരി കൊട്ടാരം. തോമസ് കോട്ട എന്നറിയപ്പെടുന്ന പറങ്കിക്കോട്ട തങ്കശ്ശേരി, കൊല്ലം. തോമസ് കോട്ട എന്നറിയപ്പെടുന്ന പറങ്കിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് തങ്കശ്ശേരി, കൊല്ലം. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലി ഗോതിക് ശൈലി. ഇന്ത്യയിൽ ഗോതിക് ശൈലിയിൽ പോർച്ചുഗീസുകാർ പണിത പള്ളി സെന്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചി, ബോം ജീസസ് പള്ളി ഗോവ. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ പള്ളി സെന്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചി. പോർച്ചുഗീസുകാരിൽ നിന്ന് മലയാള ഭാഷ സ്വീകരിച്ച പദങ്ങൾ മേസ്തിരി, ചാവി, വികാരി, ബെഞ്ച്, ചായ, കൊന്ത, റാന്തൽ, ജനൽ, മുറം, പതക്ക, ഫാക്ടറി, മേശ, കസേര, കുശിനി, വരാന്ത, വാതിൽ, അലമാര, അൽത്താര, സെമിത്തേരി, ലേലം, കപ്പിത്താൻ, കുരിശ്, ഡെസ്ക്, ദോശ, കുമ്പസാരം, ഗോഡൌൺ. എന്തെല്ലാം പുതിയ വാക്കുകളാണല്ലേ പോർച്ചുഗീസുകാരിൽ നിന്ന് മലയാള ഭാഷ സ്വീകരിച്ചിരിക്കുന്നത്. വളരെ കൗതുകത്തോടെ നമുക്കിത് വായിച്ചെടുക്കാനും സാധിക്കും. അടുത്ത ഡച്ചുകാരാണേ. ഡച്ചുകാർ നമ്മൾ എപ്പോഴും പറയുന്ന കണക്ക് ഡച്ചുകാരൻ നല്ല രീതിയിൽ കേരളത്തിന് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഡച്ചുകാർ ഹോർത്തൂസ് മലബാറിക്കസ്. ഈ പുസ്തകമാണ് ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്കിന് അർത്ഥം മലബാറിന്റെ പൂന്തോട്ടം. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച ഭാഷ ലാറ്റിൻ. ഹോർത്തൂസ് മലബാറിക്കസ് പ്രതിപാദിച്ചിരിക്കുന്നത് മലബാറിലെ സസ്യജാലങ്ങളെക്കുറിച്ചാണ്. കേരളാരാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച കാലഘട്ടം 1678, 1703. 1678 മുതൽ 1703 വരെ. ഹോർത്തൂസ് മലബാറിക്കസിലെ ആകെ വാല്യങ്ങളുടെ എണ്ണം 12. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ്.
മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് അഡ്മിറൽ വാൻ റീഡ്. മലയാള ലിപി അച്ചടിച്ചെടുക്കുവാൻ വാൻ റീഡിനെ സഹായിച്ചത് ഇമ്മാനുവൽ റോയി. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച പരിഭാഷകൻ ഇമ്മാനുവസ് കർനെയ്റോ. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി ബന്ധപ്പെട്ട കാർമലറ്റ് സന്യാസി മാത്യൂസ്. ഹോർത്തൂസ് മലബാറിക്കസിലെ ചിത്രങ്ങൾ വരച്ചത് മാത്യൂസ്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി സഹകരിച്ച ഈഴവ വൈദ്യൻ ഇട്ടി അച്യുതൻ. ഇട്ടി അച്യുതൻ ജനിച്ചതായി കരുതപ്പെടുന്ന സ്ഥലം കടക്കരപ്പള്ളി, ആലപ്പുഴ. ഇട്ടി അച്യുതൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കൊല്ലാട്ടുപറമ്പ്, കടക്കരപ്പള്ളി, ചേർത്തല. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം ആംസ്റ്റർഡാം, നെതർലൻഡ്. ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യം പ്രതിപാദിക്കുന്ന സസ്യം തെങ്ങ്. ഹോർത്തൂസ് മലബാറിക്കസിൽ അവസാനം പ്രതിപാദിക്കുന്ന സസ്യം ആൽ. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി സഹകരിച്ച ബ്രാഹ്മണർ അപ്പുഭട്ട്, രംഗഭട്ട്, വിനായകഭട്ട്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരിക്കുന്ന നേതൃത്വം നൽകിയത് കേരള സർവകലാശാല. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ഡോക്ടർ KS മണിലാൽ. ഡോക്ടർ KS മണിലാലിന് പത്മശ്രീ ലഭിച്ച വർഷം 2020. ഡോക്ടർ KS മണിലാൽ. കേരളത്തിലെ കർഷക സമ്പദ്ഘടന മെച്ചപ്പെടുത്താനുദ്ദേശിച്ചുകൊണ്ട് പുതിയ തരം ഉൽപ്പന്നങ്ങളും ശാസ്ത്രീയമായ കൃഷിരീതിയും ഡച്ചുകാർ ഇവിടെ നടപ്പിലാക്കി. കേരളത്തിൽ തെങ്ങ് കൃഷിയും നെൽകൃഷിയും പ്രോത്സാഹിപ്പിച്ച വിദേശികൾ ഡച്ചുകാർ. വൈപ്പിലും വെണ്ടുരുത്തിയിലും തെങ്ങ് കൃഷി പരീക്ഷണം നടത്തി. സൂററ്റിൽ നിന്ന് മേൽത്തരം അമരിത്തൈകൾ കൊണ്ടുവന്ന് എറണാകുളം, ആലങ്ങാട്, വെണ്ടുരുത്തി, വരാപ്പുഴ മുതലായ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുകയും അമരച്ചെടി കൃഷി ചെയ്യുന്നതിൽ മത്സ്യത്തൊഴിലാളികൾക്ക് പരിശീലനം നൽകുകയും ചെയ്തു. 1744 കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചു ഡച്ചുകാർ. ബോൾഗാട്ടി കൊട്ടാരം ഡച്ചുകാർ. 1744. ഇന്ത്യയിൽ ഡച്ചുകാരുടെ പ്രധാന സംഭാവനകൾ ഉപ്പു നിർമ്മാണം, വസ്ത്രത്തിലെ ചായമുക്കൽ. ഡച്ചുകാർ ചായമുക്കുന്നതിൽ വിദഗ്ധരായ ഒട്ടനവധി ആളുകളെ തൂത്തുക്കുടിയിൽ നിന്ന് കൊണ്ടുവന്ന് എല്ലാ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും നൽകി കേരളത്തിൽ താമസിപ്പിക്കുകയും അവരുടെ തൊഴിലിൽ സ്ഥലവാസികൾക്ക് പരിശീലനം കൊടുക്കുകയും ചെയ്തു. ഇന്ത്യയിൽ പാശ്ചാത്യശാസ്ത്രം പ്രചരിപ്പിച്ചത് ഡച്ചുകാർ. കുഷ്ഠരോഗികൾക്ക് ഡച്ചുകാർ ആശുപത്രി ആരംഭിച്ച പ്രദേശം പള്ളിപ്പുറം. ഡച്ചുകാർ 18-ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ തൃശ്ശൂരിൽ നിർമ്മിച്ച കോട്ട ചേറ്റുവാ കോട്ട. ബ്രിട്ടീഷുകാർ എന്തൊക്കെ സംഭാവന ചെയ്തെന്ന് നോക്കിയാലോ. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ കേരളത്തിൽ തോട്ടമേഖലയിൽ വളർന്നു വന്ന പ്രധാന വ്യവസായങ്ങൾ തേയില, കാപ്പി, റബ്ബർ. ഇത് കൊണ്ടുവന്നത് ആരാ? ബ്രിട്ടീഷുകാർ. ബ്രിട്ടീഷ് ഭരണത്തിലെ ആദ്യകാല ലക്ഷ്യങ്ങളിൽ ഒന്ന് മലബാറിലൊരു നീതിന്യായ വ്യവസ്ഥ രൂപപ്പെടുത്തിയെടുക്കുക എന്നതായിരുന്നു. ഇതിനായി മലബാറിലെ 7 പ്രത്യേക കേന്ദ്രങ്ങളിൽ നീതിന്യായ നിർവഹണത്തിനായി ധാരാഗോകൾ ഏർപ്പെടുത്തി. 1802 കോൺവാലീസ് നടപ്പിലാക്കിയ നിയമം അനുസരിച്ച് ജുഡീഷ്യലും എക്സിക്യൂട്ടീവുമായ അധികാരങ്ങൾ വേർതിരിച്ചു. തലശ്ശേരിയിൽ ഒരു പ്രവിശ്യ കോടതിയും തലശ്ശേരിയിലും കോഴിക്കോടും ജില്ലാ കോടതികളും ഏർപ്പെടുത്തി. ബാസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാറിൽ നെയ്ത്തുശാലകളും ഓട്ടുകമ്പനികളും തുടങ്ങി. ആദ്യത്തെ ഓട്ടുകമ്പനി സ്ഥാപിക്കപ്പെട്ടു പുതിയറക്കല്ല് 1874. ബ്രിട്ടീഷുകാർക്ക് നിലമ്പൂരിൽ തേക്ക് തോട്ടം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകി കോനോലി. 1500 ഏക്കറോളം കോനോലി വെച്ച് പിടിപ്പിച്ച തേക്കിൻ തോട്ടം പിന്നീട് അറിയപ്പെട്ടു കോനോലി പ്ലോട്ട്. അപ്പോൾ കോനോലിയുടെ കാര്യം മറക്കരുത് കേട്ടോ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അഞ്ചരക്കണ്ടിയിൽ സുഗന്ധ സസ്യങ്ങളുടെ തോട്ടമുണ്ടാക്കി. 1797 ബ്രിട്ടീഷ് ഭരണം കേരളത്തിലെ ജനജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ചെലുത്തിയ സ്വാധീനം എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഭൂനികുതി സമ്പ്രദായത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി. കൊളോണിയൽ ഉദ്യോഗസ്ഥ ഭരണ സംവിധാനം സ്ഥാപിച്ചു. കച്ചവട രംഗത്ത് ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിതമായി. കാർഷികാധിഷ്ഠിത വ്യവസായങ്ങൾക്ക് തുടക്കം കുറിച്ചു. ആരോഗ്യം, വിദ്യാഭ്യാസം, വാണിജ്യം, ഗതാഗതം, ബാങ്കിംഗ് എന്നീ രംഗങ്ങളിൽ അടിസ്ഥാന ഭൗതിക സൗകര്യങ്ങൾ സൃഷ്ടിച്ചു. കേരളത്തിൽ ബ്രിട്ടീഷുകാർ പണിത ആദ്യ പണ്ടകശാല വിഴിഞ്ഞം. കേരളത്തിൽ ബ്രിട്ടീഷുകാർ പണിത ആദ്യ കോട്ട അഞ്ചുതെങ്ങ്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ആദ്യമായി സ്ഥാപിച്ച കോട്ട സെന്റ് ജോർജ് കോട്ട, മദ്രാസ്. റെയിൽപാത. കേരളത്തിലെ ആദ്യ റെയിൽപാത നിർമ്മിച്ച ബ്രിട്ടീഷുകാർ.
കേരളത്തിലെ ആദ്യ റെയിൽപാത നിർമ്മിച്ച വർഷം 1861. കേരളത്തിലെ ആദ്യ റെയിൽപാത ബേപ്പൂർ തിരൂർ. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ബ്രിട്ടീഷുകാർ 1861 ബേപ്പൂർ തിരൂർ. കേരളത്തിലെ ആദ്യ ബ്രിട്ടീഷുകാർ പണിത കോട്ട അഞ്ചുതെങ്ങ് കോട്ട. ബ്രിട്ടീഷുകാർ പണിത ആദ്യ പണ്ടകശാല വിഴിഞ്ഞം. ബ്രിട്ടീഷുകാർ ആദ്യമായി സ്ഥാപിച്ച കോട്ട സെന്റ് ജോർജ് കോട്ട മദ്രാസ്. യൂറോപ്യന്മാരുടെ കടന്നുവരവ് കേരളത്തിന്റെ വൈജ്ഞാനിക രംഗത്തുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പോർച്ചുഗീസുകാർ 1577 അച്ചടിശാല സ്ഥാപിച്ചു. പൂർണ്ണമായും മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച സംക്ഷേപ വേദാർത്ഥം എന്ന ഗ്രന്ഥം. പൂർണ്ണമായും മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച സംക്ഷേപ വേദാർത്ഥം എന്ന ഗ്രന്ഥം 1772 പുറത്തിറക്കി. ജർമ്മൻ മിഷണറിയായ അർണോസ് പാതിരി മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടുവും വ്യാകരണ ഗ്രന്ഥവും തയ്യാറാക്കി. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടുവും വ്യാകരണ ഗ്രന്ഥവും തയ്യാറാക്കിയതാരാണ്? അർണോസ് പാതിരി. ചർച്ച് മിഷൻ സൊസൈറ്റിയിലെ അംഗമായ ബെഞ്ചമിൻ ബെയ്ലി 1846 ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു. മലയാളം നിഘണ്ടു ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ബെഞ്ചമിൻ ബെയ്ലി. ആദ്യത്തെ നിഘണ്ടുവും വ്യാകരണ ഗ്രന്ഥവും തയ്യാറാക്കിയത് മലയാളത്തിൽ ആരാണ്? അർണോസ് പാതിരി. പൂർണ്ണമായി മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥം. ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനിലെ അംഗമായ ഹെർമൻ ഗുട്ടൻ മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം. മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം എഴുതിയത് ഹെർമൻ ഗുണ്ടട്ട്. 1847 ഹെർമൻ ഗുണ്ടട്ട് രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ 2 പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചു. ഹെർമൻ ഗുണ്ടട്ട് 1847 രാജ്യസമാചാരം, പശ്ചിമോദയം പത്രങ്ങൾ. ലണ്ടൻ മിഷൻ സൊസൈറ്റി LMS, ചർച്ച് മിഷൻ സൊസൈറ്റി CMS എന്നിവ 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പതിറ്റാണ്ടിൽ തിരുവിതാംകൂറിൽ പ്രവർത്തനം ആരംഭിച്ചു. വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ലണ്ടൻ മിഷനിലെ അംഗമാണ് റവറന്റ് മീഡ്. ചർച്ച് മിഷൻ കോട്ടയത്ത് കോളേജും സെമിനാരിയും സ്ഥാപിച്ചു. 1813. ചർച്ച് മിഷൻ ഒരു വ്യാകരണ വിദ്യാലയവും സ്ത്രീ വിദ്യാഭ്യാസവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി പള്ളിക്കൂടം സ്ഥാപിച്ചു. കൊച്ചി മേഖലയിലെ ആദ്യത്തെ വിദ്യാലയം 1818 സ്ഥാപിച്ചു ഇംഗ്ലീഷ് മിഷണറിയായ ഡാവ്സൺ. ഇതേ കാലത്ത് നാഗർകോവിലടക്കമുള്ള തിരുവിതാംകൂറിന്റെ തെക്കൻ പ്രദേശത്ത് ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ഡിങ്കിൾ ടാബ്. മലബാറിൽ വിദ്യാഭ്യാസത്തിന് പ്രചാരണം നൽകി ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. 1841 കണ്ണൂരിലെ ഭരണേശ്വരിയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സ്ഥാപിച്ചു റവറന്റ് ഹബിക്ക്. ബേസൽ മിഷൻ 1848 കോഴിക്കോടിനടുത്ത് കല്ലായിലും 1856 തലശ്ശേരിയിലും പ്രാഥമിക ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. മിഷണർമാരുടെ പ്രവർത്തനങ്ങളിൽ വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടാൻ നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾ പ്രേരിപ്പിച്ചു. തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ഗൗരി പാർവതി ബായി തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കിക്കൊണ്ട് കേണൽ മൺട്രോയുടെ സഹായത്തോടെ കൽപ്പന പുറപ്പെടുവിച്ചു. 1817 തലശ്ശേരി തുറമുഖത്തിലെ ഉദ്യോഗസ്ഥനായ ബ്രണ്ണൻ എല്ലാ മതത്തിലും ജാതിയിലും പെട്ട കുട്ടികൾക്ക് പഠിക്കുന്നതിന് മലബാറിൽ ബ്രണ്ണൻ സ്കൂൾ സ്ഥാപിച്ചു. ബ്രണ്ണൻ കോളേജ് ആയിട്ട് പിന്നീട് മാറുകയും ചെയ്തു. പാലക്കാട് വിക്ടോറിയ ഹൈസ്കൂൾ നിലവിൽ വന്നു. 1866 തിരുവനന്തപുരം മഹാരാജാസ് കോളേജും യൂണിവേഴ്സിറ്റി കോളേജ് 1875 എറണാകുളം മഹാരാജാസ് കോളേജും സ്ഥാപിക്കപ്പെട്ടു. ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ ആസ്ഥാനം തിരുവിതാംകൂർ. LMS ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ ആസ്ഥാനം CMS കൊച്ചിയിലുമുണ്ട്, തിരുവിതാംകൂറിലുമുണ്ട്. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ BMS മലബാറിലാണ് അത് ഉള്ളത്. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ യൂറോപ്യന്മാരുടെ സംഭാവനകൾ പറഞ്ഞു വെക്കുന്നത്. താങ്ക് യു.